വിനോദത്തിന്റെ പടപ്പിന് മുഴക്കി കൊണ്ട് കടന്നു വരാൻ കഴിയാതെ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഷണ്ഡീകരിക്കപ്പെട്ട യുവത്വത്തിന്റെ പ്രതീകങ്ങളായി തീർന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അറിയേണ്ടതുണ്ട്, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന യുവത്വം അത് ഏത് യുവത്വമാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന യുവത്വം, വിശുദ്ധമായ ഖുർആൻ ചില ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ആൺകുട്ടിയാണ് തങ്ങൾ എന്ന് തെളിയിക്കാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നടത്താറുണ്ട്. ഇഷ്ടപ്പെടുന്ന താരതമ്പുരാക്കന്മാരുടെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആകുന്ന ഒന്നാമത്തെ ദിവസം തിയേറ്ററിൽ ഒന്നാമത്തെ ക്യൂബിലേക്ക് വന്ന് ഒന്നാമതായി ടിക്കറ്റ് എടുത്തിട്ട് കോളറുകുലിക്ക് ഞാൻ ഒരു ആൺകുട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, അതുകൊണ്ട് നീ ഒരു ആൺകുട്ടിയാകാൻ പോകുന്നില്ല പൊന്നുമോനെ. അതുമല്ല എങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ മേലാളന്മാർ നിന്നെ ആൺകുട്ടി എന്ന് വിളിച്ചാൽ നീ ഒരു ആൺകുട്ടിയാകാൻ പോകുന്നില്ല പൊന്നുമോനെ. അതുമല്ല എങ്കിൽ താരതമ്പുരാക്കന്മാരുടെ കൂറ്റൻ കളർ കട്ടൗട്ടുകൾ പൊതുജനത്തിന്റെ മുമ്പിലേക്ക് നിരത്തി വെച്ചിട്ട് അഭിമാനപൂർവ്വം നിന്റെ പേരും ഫോട്ടോയും അതോടൊപ്പം പതിച്ചു വെച്ചാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒരു ആൺകുട്ടിയാകാൻ പോകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാ ആൺകുട്ടിയാരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അല്ലാഹുവിന്റെ ലിസ്റ്റിലെ ആൺകുട്ടിയാകാൻ കഴിയുമോ? വിശുദ്ധമായ ഖുർആൻ ഇതാ ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുകയാ, ആൺകുട്ടികൾ ആരെന്നറിയുമോ? ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്ത് വഈതാഇസ് സകാത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആൺകുട്ടികളെ പരിചയപ്പെടുത്തുകയാ. രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ എന്റെ പൊന്നുമോനെ നീ ആൺകുട്ടിയാകുന്നില്ലടാ. സംഘടനകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ എന്റെ പൊന്നുമോനെ നീ ആൺകുട്ടിയാകുന്നില്ലടാ. സിനിമാ തമ്പുരാക്കന്മാർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ എന്റെ പൊന്നുമോനെ നീ ആൺകുട്ടിയാകുന്നില്ലടാ. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് സ്വന്തം സുഖം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ നീ ആൺകുട്ടിയാകുന്നില്ലടാ. അല്ലാഹു പറയുന്നു, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ റിജാൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറക്കാൻ